രാജാതിരാജൻ ചേരാതിചേരൻ കാലൻ മുരുകാലൻ പണ്ടാരക്കാലനിതായി എഴുന്നള്ളുന്നേ. എന്റെ കാല ഭൂമിയിലേക്ക് പോയിട്ട് ആരും കൊണ്ടുവന്നില്ലേ? എടോ ചിത്രഗുപ്ത, പഴയ പോലെ ഭൂമിയിൽ ആരും മരിക്കുന്നില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ മരിച്ചവരെങ്ങനെ വിളിച്ചോണ്ട് വന്നാ പോരാ, അവർക്ക് ഇവിടെ താമസിക്കാനുള്ള മുറി ഉണ്ടോന്നൊക്കെ അന്വേഷിക്കണം. മുറിയൊക്കെ ഫില്ലായി പോയാ? മാത്രമല്ല അവർക്ക് കൊടുക്കാറുള്ള ക്ലോക്കും സ്റ്റോക്ക് തീർന്നു പോയി. ക്ലോക്കും തീർന്നാ? ഇപ്പൊ 2-3 പേര് ഞാൻ കൊണ്ടുവന്നിട്ടില്ല. നമുക്കൊരു പണി ചെയ്യാം, ഉള്ള സ്ഥലത്ത് ഉള്ള ക്ലോക്ക് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് അവരെ കിടത്താം. താൻ നമ്പർ അങ്ങോട്ട് വായിച്ചേ. നമ്പർ 116. ഇത് യമപുരി. എടാ, ഞാൻ ഇങ്ങോട്ട് വലിച്ചപ്പോ താനെന്തിനാ എന്നെ അങ്ങോട്ട് വലിച്ചത്? ഓണാഘോഷ പരിപാടിക്ക് വടം വലിച്ചിരുന്ന എന്റെ കഴുത്തെ കൊണ്ട് വടമിട്ട് കഴിഞ്ഞപ്പോ ഞാൻ തിരിച്ചു വലിക്കല്ലേ? ഞാൻ വടം വലിച്ചോണ്ടിരിക്കുന്നു. അത് ശരി. ആട്ടെ, താൻ എന്ത് പാപാ ചെയ്തേ? ഞാൻ ഒരു പാപവും ചെയ്തിട്ടില്ല. എന്താ തന്റെ പേര്? എന്റെ പേര് സുകുമാരൻ. എഴുതടോ. സുകുമാരൻ. സുകുമാരൻ. വീട്ടിലെന്ത് വിളിക്കും? ഓ സുകുമാരോ. ഓ സുകുമാരോ. അപ്പൊ നേരത്തെ ചോദിച്ച പോലെ എന്ത് പാപാ ചെയ്തെന്നാ പറഞ്ഞ? ഞാൻ ഒരു പാപവും ചെയ്തിട്ടില്ല. പാപം ചെയ്യാതെ നരകത്തിൽ വരാൻ പറ്റില്ലെന്ന് അറിയാൻ പാടില്ലേ? ഞാൻ വളരെ അന്തസ്സായിട്ട് ഡീസന്റ് ആയിട്ട് നല്ലൊരു പണി ചെയ്ത് ജീവിക്കുകയായിരുന്നു. അത് ശരി, ജോലി ചെയ്ത് ജീവിക്കായിരുന്നല്ലേ? എന്താണ് തന്റെ ജോലി? ഞാൻ മന്ത്രിക്ക് കഞ്ഞി വെച്ചോണ്ടിരിക്കുന്നു. അതാണ് ഏറ്റവും വലിയ പാപം. അതെന്ത് പാപം? എഴുതിക്കോ, കള്ളന് കഞ്ഞി വയ്ക്കൽ. ആട്ടെ, ക്ലോക്ക് കിട്ടിയോ? ക്ലോക്ക് കിട്ടിയില്ല, വന്ന വഴി ചെറിയൊരു ബ്ലോക്ക് കിട്ടിയായിരുന്നു. അതല്ല ചോദിച്ചത്, നരകത്തിൽ വന്നവർക്ക് ഓരോ ക്ലോക്ക് കൊടുക്കും, അത് കിട്ടിയോന്നാ ചോദിച്ചത്. കിട്ടിയില്ല. എടുത്ത് കൊറോ ക്ലോക്ക്. അല്ല പിന്നെ ഇവിടുത്തെ ഓരോരോ നിയമങ്ങളും ഓരോരോ സെറ്റപ്പ് വന്നേ. ഇതെന്തിനാണ് ഈ ക്ലോക്ക്? ഈ ക്ലോക്കിനൊരു വലിയ പ്രത്യേകതയുണ്ട്. അവനവൻ ചെയ്യുന്ന പാപത്തിന്റെ അളവനുസരിച്ചായിരിക്കും ഈ ക്ലോക്ക് കറങ്ങുന്നത്. താൻ കൂടുതൽ പാപം ചെയ്താൽ ഈ ക്ലോക്ക് സ്പീഡിൽ കറങ്ങും, താൻ കുറച്ച് പാപം ചെയ്താൽ ഈ ക്ലോക്ക് പതുക്കെ കറങ്ങും. അതുകൊണ്ട് ഈ ക്ലോക്ക് വേണമെങ്കിൽ തനിക്ക് ഇതുപോലെ ഇവിടെ എവിടെയെങ്കിലും വെക്കാം, അതല്ലെങ്കിൽ തനിക്ക് കൊണ്ടുപോയി തന്റെ മുറിയിൽ വെക്കാം. വേണ്ട, ഇത് എന്റെ മുറിയിൽ തന്നെ ഇരിക്കട്ടെ. ഓക്കെ. അറിയാൻ പാടില്ലേ? ഇല്ല. എടോ, പാകിസ്ഥാൻ ഭൂകമ്പത്തിൽ മരിച്ചുപോയൊരു നുഴഞ്ഞുകയറ്റക്കാരനാ. എന്തായാലും തന്നെ അടുത്ത നമ്പർ വിളിക്കും. നമ്പർ 118. എന്താ സംഭവം? എന്താ കുറെ നേരം ആയില്ല ഇങ്ങനെ നടക്കാൻ തുടങ്ങി? ക്ലോക്ക് കിട്ടിയോ? ക്ലോക്കോ? ഇവിടെ ക്ലോക്ക് കൊടുക്കണ ഒരേ പരിപാടി ഉണ്ടല്ലോ. കിട്ടിയില്ല അല്ലേ? ചിത്രഗുപ്ത, വേഗം എടുത്ത് ക്ലോക്ക് കൊടുക്ക്. ഞാൻ ഏതെങ്കിലും കൊടുത്താൽ നല്ല ക്ലോക്ക് അല്ലേ? കൊള്ളാം കേട്ടോ, നല്ല ക്ലോക്കാണ്. അല്ല, ഇതെന്താ ഇങ്ങനെ കറങ്ങുന്നത്? എന്താ? ഈ ക്ലോക്കും ആയിരിക്കുന്ന 3 ക്ലോക്കും പല പല സ്പീഡിലാണ് കറങ്ങുന്നത്. എടോ, അവനവൻ ചെയ്ത പാപത്തിന്റെ അളവനുസരിച്ചാണ് ക്ലോക്ക് കറങ്ങണത്. താൻ കൂടുതൽ പാപം ചെയ്താൽ ക്ലോക്ക് സ്പീഡിൽ കറങ്ങും, കുറച്ച് പാപം ചെയ്താൽ ക്ലോക്ക് പതുക്കെ കറങ്ങും. അപ്പൊ മീഡിയം ആണെങ്കിലോ? മീഡിയത്തിൽ കറങ്ങും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആയിരിക്കുന്ന ക്ലോക്ക് എന്താ കറങ്ങാത്ത? അത് ജനിച്ചപ്പോ തന്നെ മരിച്ചുപോയ ഒരു കൊച്ചിന്റെ ക്ലോക്കാ. അയ്യോ, എന്റെ ബർത്ത്ഡേ അത് തന്നെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്റെ ഭാര്യ ഒരു 3 വർഷം മുമ്പേ അവള് മരിച്ചു വന്നായിരുന്നു. അവിടെ ക്ലോക്ക് ഒന്ന് കാണാൻ പറ്റുമോ? ഭാര്യയുടെ ക്ലോക്കോ? തന്റെ ഭാര്യയുടെ പേരെന്താ? മേരിക്കുട്ടി. മേരിക്കുട്ടിയുടെ ക്ലോക്ക് ഇവിടെ. ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. മേരിക്കുട്ടിയുടെ ക്ലോക്ക് ദൈവത്തിന്റെ മുറിയിലാണ്. എവിടെ? ദൈവത്തിന്റെ മുറിയിൽ. മതി, എനിക്ക് തൃപ്തിയായി. എനിക്കറിയാം അവക്ക് ദൈവത്തിന്റെ മുറിയിൽ അവക്ക് സ്ഥാനം കിട്ടത്തുള്ളൂ. അവൾ അത്രയ്ക്ക് പരിശുദ്ധയാണ്, നിഷ്കളങ്കയാണ്. അവൾ അത്രയ്ക്ക് പരിശുദ്ധയും നിഷ്കളങ്കയും പതിവൃതി ആയതുകൊണ്ടൊന്നും അല്ല. പിന്നെ എടോ, ദൈവത്തിന്റെ മുറിയിലെ ഫാൻ കേടായിട്ട് 2 ആഴ്ചയായി. പകരം തന്റെ പെണ്ണുമ്പുളുടെ ക്ലോക്ക് അവിടെ കണ്ട കൊട്ടി തൂക്കി ഇട്ടിരിക്കുന്നത്. അത്രയ്ക്ക് സ്പീഡാ. കേരളത്തിൽ ഇന്ന് മിമിക്രി എന്ന കലാരൂപത്തിന് 25 വയസ്സ് തികയുന്നു. അനുഗ്രഹീത കലാകാരന്മാർ ഈ അനുകരണ കലയ്ക്ക് നൽകിയ സ്ഥാനം വളരെ ഉന്നതമാണ്. 2006 ജൂലൈ മാസം 6-ാം തീയതി ഞങ്ങൾ മിമിക്രിക്കാർക്ക് സ്വന്തമായി മാക് എന്ന ഭവനമുണ്ടായി. നിത്യജീവിതത്തിലെ സംഭവങ്ങൾ നർമ്മത്തിൽ ചാലിച്ച് മിമിക്രിക്കാർ അവതരിപ്പിക്കുമ്പോൾ ചില ബുദ്ധിജീവികൾ ചോദിക്കുന്നു, ഇവർ എന്ത് കോക്രിയാണ് കാണിക്കുന്നത്? TV മീഡിയയിലും രാഷ്ട്രീയത്തിലും മറ്റും ചിലർ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ ഞങ്ങൾ ആക്ഷേപഹാസ്യമായി അനുകരിക്കുമ്പോൾ പ്രേക്ഷകരായ നിങ്ങൾ പറയുക, മിമിക്രിക്കാർ കുറ്റവാളികളാണോ? ഓരോ ദിവസവും പുതിയ വാർത്തകൾ കേട്ടുകൊണ്ടാണ് മലയാളികൾ ഉറങ്ങുന്നതും ഉണരുന്നതും. ഇത്തരത്തിൽ വാർത്തകളെ വിറ്റുകൊണ്ട് പൈസയാക്കുന്നവരും നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. അവരെയും മിമിക്രിക്കാർ വെറുതെ വിടുന്നില്ല. ഇതാ എന്തോ വിഷൻ ചാനൽ.
നമസ്കാരം. 24 മണിക്കൂർ വാർത്താ ചാനലായ എന്തോ വിഷനിലേക്ക് സ്വാഗതം. വാർത്തകൾ കൂമ്പാരമാകുമ്പോൾ ഞങ്ങളുടെ പ്രോഗ്രാം ഗംഭീരമാകുന്നു. നമുക്കിപ്പോൾ കിട്ടിയ വാർത്ത, പ്രശസ്ത പുല്ലാങ്കുഴൽ വിദഗ്ധനായ ശ്രീ പിഷാരടി ഇന്ന് രാവിലെ കൃത്യം 4 മണിക്ക് അന്തരിച്ചു. ഭാഗ്യവശാൽ ആ മരിച്ച വ്യക്തി നമ്മളോടൊപ്പം സ്റ്റുഡിയോയിലുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം, എങ്ങനെയാണ് താങ്കൾ മരിച്ചത്? മരണം താങ്കളെ കാർന്നു തിന്നുകയായിരുന്നോ അതോ താങ്കൾ മരണത്തെ കാർന്നു തിന്നുകയായിരുന്നോ? എന്താണ് താങ്കളൊന്നും മിണ്ടാത്തത്? എടാ ഒരു ശവത്തോട് മിണ്ടത്തില്ല. ഓക്കെ, ഏതായാലും നമ്മുടെ സുനിൽ ലൈനിലുണ്ട്, നമ്മുടെ റിപ്പോർട്ടർ. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. ഹലോ മിസ്റ്റർ സുനിൽ. സുനിലാണോ? സുനിൽ ഇപ്പോൾ എവിടെ നിൽക്കുന്നു സുനിൽ? ഞാനിപ്പോ ക്യൂബിൽ നിൽക്കുകയാണ്. ഓക്കെ സുനിൽ, അവിടെ എങ്ങനെയൊക്കെ പോകുന്നു കാര്യങ്ങൾ? എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ? ഒന്ന് വിശദീകരിക്കാമോ സുനിൽ? ഇവിടെ ഇപ്പോൾ ഓസ്യാർ എന്നപ്പോൾ ഓസ്യാറിന് ഭയങ്കര വിലയാണ്. തന്നെയാലും ഇപ്പൊ ഓസ്യാർ കിട്ടാനില്ല. പിന്നെ പറഞ്ഞ ഒരു ഹണിബിയുണ്ട്. ഹണിബിക്കാണെങ്കിൽ 280 രൂപ, എന്റെ ആണെങ്കിൽ 240 രൂപ വരെ ഉള്ളൂ. ഹലോ സുനിൽ. സുനിൽ ഇപ്പോൾ ഏത് ക്യൂവിലാണ് നിൽക്കുന്നു പറഞ്ഞത്? ഞാനിപ്പോ വിബ്രേജ് ഓപ്പറേഷന്റെ ക്യൂവിലാണ് നിൽക്കുന്നത്. എന്തായാലും നമുക്ക് നമ്മുടെ റിപ്പോർട്ടർ ശ്രീജിത്ത് ഉണ്ട്. നമുക്ക് ശ്രീജിത്ത് ഒന്ന് ബന്ധപ്പെടാം. ഹലോ മിസ്റ്റർ ശ്രീജിത്ത്. ഹലോ ശ്രീജിത്ത്, കേൾക്കുന്നുണ്ടോ? ഹലോ ശ്രീജിത്ത് ആണ്, കേൾക്കാം. ഹലോ ശ്രീജിത്ത്, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കൃത്യമായിട്ട് കേൾക്കാം. ഒരു പ്രാവശ്യം പറഞ്ഞില്ലേ കേൾക്കാം, നിന്നെ അവിടെ കേൾക്കത്തില്ലേ? ശ്രീജിത്ത്, എന്റെ ചോദ്യം അതല്ല. ശ്രീജിത്ത്, അവിടെ എങ്ങനെ പോകുന്നു കാര്യങ്ങൾ? കരച്ചിലും മറ്റുള്ള കൂട്ടക്കരച്ചിലാണോ അതോ പൊട്ടിക്കരച്ചിലാണോ? എങ്ങനെയാണെന്നൊന്ന് വിശദീകരിക്കാമോ? ഇവിടെ എല്ലാവരും കൂടെ കൂടിയായിട്ട് പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കാണാൻ ഭയങ്കര രസമാണ്. ഇന്നലെ വരെ ഇവിടെ പ്രത്യേകിച്ച് ആളും അനക്കമൊന്നും ഇല്ലായിരുന്നു. അപ്പോഴാണ് ഈ പിഷാരടി മരിച്ചത്. അതോടുകൂടി ഇവിടെ ആളായി അനക്കമായി ആകെ അടിപൊളിയായി. ഓക്കെ ശ്രീജിത്ത്, എന്റെ ചോദ്യം മറ്റൊന്നുമല്ല. സാധാരണ വീട്ടിൽ നടക്കുന്ന മരണാനന്തര ചടങ്ങുകളാണോ ആ വീട്ടിൽ നടക്കുന്ന മരണാനന്തര ചടങ്ങുകളിലെ മരണാനന്തര ചടങ്ങുകൾ? മനസ്സിലായില്ല. വ്യക്തമായി കേട്ടുള്ളൂ. സാധാരണ വീട്ടിൽ നടക്കുന്ന മരണാനന്തര ചടങ്ങുകളിലെ മരണാനന്തര ചടങ്ങുകളാണോ ഈ വീട്ടിൽ നടക്കുന്ന മരണാനന്തര ചടങ്ങുകളിലെ മരണാനന്തരങ്ങൾ? വെച്ചിട്ട് പോടാവേ ഒന്ന്. ഹലോ ശ്രീജിത്ത്, എനിക്കൊന്നും കേൾക്കുന്നില്ല. ഹലോ ശ്രീജിത്ത്, വ്യക്തമായി പറയൂ, എനിക്കൊന്നും കേൾക്കുന്നില്ല. ഞാൻ കേട്ടല്ലോ വെച്ചിട്ട് പോടാന്ന് പറയുന്നത്. താനാരാണ്? താൻ എന്തിനാണ് ഈ സമയത്ത് സ്റ്റുഡിയോയിലോട്ട് കയറി വന്നത്? ഞാൻ ആരാണെന്ന് ഈ ഇരിക്കുന്ന ആരാണെന്ന് അറിയാമോ? ഇതൊരു പ്രശസ്ത പുല്ലാങ്കുഴൽ വിദഗ്ധൻ പിഷാരടിയാണ്. ആ പിഷാരടിയുടെ പൊന്നു മോനാണ് ഞാൻ. ഓ അത് ശരി. താങ്കൾക്ക് എന്താണ് ഈ സ്റ്റുഡിയോയിൽ കാര്യം? എന്താ കാര്യമൊന്നോ? ഇവിടെ രാവിലെ വീട്ടിൽ വന്ന് 10 മണിക്ക് ശവശരീരം കൊണ്ടുപോയതാ. 1 മണിക്ക് തിരിച്ചു തരാന്ന് പറഞ്ഞു. ഇതുവരെ ഒരു ശവം കണ്ടില്ല, ആളെ കണ്ടില്ല. ഏതായാലും നമുക്ക് ഭാഗ്യമുണ്ട്. മരിച്ച വ്യക്തി മാത്രമല്ല, അദ്ദേഹത്തിന്റെ മകനും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സന്തതിയും ഇവിടെ എത്തിയിരിക്കണം. നമുക്ക് അവരോട് ഇദ്ദേഹത്തോട് ചോദിക്കാം. പേഴ്സണലായിട്ട് ഒരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ. താങ്കൾ സ്വത്തിന് വേണ്ടിയാണ് അല്ലെങ്കിൽ വീടിന് വേണ്ടിയാണ് സ്വന്തം പിതാവിനെ കഴുത്ത് ഞെരിച്ച് കൊന്നുവെന്ന് ഞാൻ പറഞ്ഞാൽ എന്തായിരിക്കും താങ്കളുടെ പ്രതികരണം? എന്റെ പ്രതികരണമോ? അതെ. എന്റെ പ്രതികരണം തേണ്ടേ. ഇതോടെ തത്സമയ സംപ്രേഷണം കഴിഞ്ഞിരിക്കുന്നു. ഇത് തത്സമയ സംപ്രേഷണമല്ല, പിന്നെ ഇതാണ് തല്ല് സമയ സംപ്രേഷണം. മിമിക്രി എന്ന കലാരൂപത്തെ ഇത്രയധികം ജനകീയമാക്കിയതിൽ ടെലിവിഷൻ എന്ന മാധ്യമം വഹിച്ച പങ്ക് വളരെ വലുതാണ്. പ്രത്യക്ഷമായും പരോക്ഷമായും ഇന്നും മിമിക്രി എന്ന കലാരൂപത്തെ ടെലിവിഷൻ വിറ്റുകൊണ്ടേയിരിക്കുന്നു. तुमसे मिलने की तमन्ना है, प्यार के इरादा है, आरु एक वादा है जानम, बूते भी जकबी चमंदारम क्या ओ मेरे यार. എന്താണ് ഏത് ഭാഷയിലെ പാട്ടാ ഇത്? മറാഠിയാണ്. മറാഠിയാണല്ലേ? പൊറോട്ട കേറി വരും കേട്ടോ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ചമ്മം താരത്തിലേക്ക് സ്വാഗതം. Here comes the stars of next generation, the real talent hunt, ചമ്മം താരം. ഇന്നത്തെ പാർട്ടിസിപ്പൻസിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് പാർട്ടിസിപ്പൻസ്, the most important talented person, കണ്ണൻ കാരിക്കോട് and പുരുഷൻ വെരുവ. എന്ത് പറ്റി വെരുവയുടെ കാലിന്? പരുവ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പാർട്ടിസിപ്പൻസിനെ ഒന്ന് പരിചയപ്പെടാം. മിമിക്രി ദ മോസ്റ്റ് കൺട്രി ആൻഡ് കണ്ടംപററി ആർട്ടിസ്റ്റ് വിനോദ് വെരൂർ ആൻഡ് മനേഷ് മുതുകുളം. ഫസ്റ്റ് റൗണ്ട് വോയിസ് റൗണ്ട്. മാന്യസാഹസിന് നമസ്കാരം. ഞങ്ങൾ ഏതാനും ചില വ്യത്യസ്തമാർന്ന ശബ്ദങ്ങളാണ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ട് ഞാൻ അവതരിപ്പിക്കുന്നത് ഭൂമിയുടെ ഉൽപ്പത്തി. കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി കത്തിജ്വലിക്കുന്ന ഒരു ഗോളമായിരുന്നു. പുഴയൊഴുകി, പട്ടി ഉരച്ചു, കാറ്റടിച്ചു, പെട്ടെന്ന് മനുഷ്യൻ ജനിച്ചു. ചിലച്ചുകൊണ്ട് കിളികൾ പറന്നുപോയി. അതെന്നെ അത്? കിളി പോയതാ? കിളി തന്നെ പോയതാണോ? ഇതാണ് പ്രകൃതിയുടെ ഉൽപ്പത്തി. ഇതാണ് ഞങ്ങളുടെ കൈപ്പത്തി. സുഹൃത്തുക്കളെ, ഇനിയും ഒരുപാട് പറയാനുണ്ട്, പക്ഷെ പറയുന്നില്ല. അതാണ് നിനക്ക് നല്ലത്.
നെക്സ്റ്റ് പാർട്ടിസിപ്പൻസ് ഈസ് വിനോദ് വെരൂർ ആൻഡ് മകേഷ് മുതുകുളം. പ്രിയമുള്ളവരെ, ഞാനിവിടെ അവതരിപ്പിക്കുന്നത് മലയാള സിനിമയിലെ ചില താരങ്ങളെ അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. ആദ്യമായിട്ട് എത്തുന്നത് ശ്രീ മെഗാസ്റ്റാർ മമ്മൂട്ടി. നേരിടത്ത് നായർ സെറ്റ് തന്നെയാണ്. അടുത്തായിട്ട് എത്തുന്നത് ശ്രീ സുരേഷ് ഗോപി. അടുത്തായിട്ട് വേദിയിലെത്തുന്നത് ശ്രീ ബാലചന്ദ്ര മേനോൻ. എനിക്ക് തൃപ്തിയായി. അടുത്തായിട്ട് എത്തുന്നത് മലയാളത്തിലെ സ്വഭാവ നടൻ ശ്രീ ലാലു അലൈക്സ്. അടുത്തായിട്ട് ഈ വേദിയിലെത്തുന്നത് ശ്രീ മോഹൻലാൽ. അയ്യോ എന്താ പ്രിയമുള്ളവരെ, അവസാനമായി വേദിയിലെത്തുന്നത് ശ്രീ നെടുമുടി വേണു. വയ്യ, എനിക്ക് മടുത്തു. ഇത്രയും അടുത്തതായിട്ട് ഞാൻ സ്കിറ്റിലേക്ക് കിടക്കുകയാണ്. പ്രിയമുള്ളവരെ, കാലം മാറി കഥ മാറി. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു വലിയ അബദ്ധമാണ്. ഇതോടുകൂടി എന്റെ ഈ പരിപാടി അവസാനിച്ചു. നന്ദി, നമസ്കാരം. അങ്ങനെ നമ്മുടെ വാശിയേറിയ മത്സരം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാ ടീമിനും തുല്യ പെർഫോമൻസും തുല്യ പോയിന്റും ആയതുകൊണ്ട് ആരാണ് വിജയെന്ന് കണ്ടുപിടിക്കാൻ പാടാണ്. നമുക്ക് സ്കോർ നില എന്നറിയാം. എ ടീം 38 പോയിന്റ്, ടീം ബി 28 പോയിന്റ്. ഇനി ഇന്നത്തെ പരിപാടിയിൽ വിജയിച്ച ആർട്ടിസ്റ്റുകൾക്ക് നമ്മുടെ സ്വർണം കൊടുക്കുന്നതും അതുപോലെ തന്നെ സിനിമയിലേക്ക് അവർക്കൊരു വേഷം കൊടുക്കുന്നതിനുമായി നമ്മുടെ പ്രശസ്ത ഡയറക്ടർ ഇവിടെ വന്നിട്ടുണ്ട്. വിജയൻ വാടവന ഞാൻ ക്ഷണിക്കുന്നു. വെൽക്കം ഇംപാക്ട് ദ കൺട്രി ഓഫ് ഡയറക്ടർ ഓഫ് മലയാളം ഫിലിം സൊസൈറ്റി ഇന്റർനാഷണൽ, വിജയൻ വാടവന. സാർ ഈ പരിപാടിയൊക്കെ കാണാറുണ്ടോ? പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ കാണാറുണ്ട്. എങ്ങനെയുണ്ട് ഞങ്ങളുടെ പരിപാടി? നിങ്ങളുടെ പരിപാടിയൊക്കെ വളരെ നല്ലതാണ്. കാരണം ഞങ്ങളെ പോലുള്ള ഈ സിനിമയിൽ അന്വേഷിച്ചിറങ്ങുന്നവർക്ക് ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള എക്സ്ട്രാ ഓറിയന്റഡ് ടാലന്റ് ഉള്ള ആർട്ടിസ്റ്റുകളെ നമുക്ക് ഇതിലൂടെ പരിചയപ്പെടാൻ സാധിക്കും. അതെ അതെ സാർ, ഇന്നത്തെ ഈ പെർഫോമൻസ് കണ്ടിട്ട് ഇതിൽ അങ്ങനെയുള്ള ആരെങ്കിലും താരത്തെ സാറിന് കണ്ടുപിടിക്കാൻ പറ്റുമോ? പിന്നെ വരുന്ന പിള്ളേരെല്ലാം ഒന്നിനൊന്ന് കഴിവുള്ളവരല്ലേ. എല്ലാവരുടെയും കഴിവ് നമ്മൾ സമ്മതിച്ചു കൊടുത്തവരുള്ളൂ. അപ്പൊ ഞാനിപ്പോ പുതിയ പടത്തിന്റെ ഡിസ്കഷനിലായിരുന്നു. അപ്പൊ അവിടെ വെച്ചാണ് നിങ്ങൾ ക്ഷണിച്ചത്. അപ്പൊ എനിക്ക് തോന്നുന്നത് എന്റെ ഏറ്റവും പുതിയ നാളെ ചിത്രീകരണം ആരംഭിക്കുന്ന സിനിമയിൽ ഈ വന്നിരിക്കുന്നതിൽ നിന്നും ഏതെങ്കിലും ഒരാൾക്ക് ഒരു നല്ല വേഷം ഞാൻ കൊടുക്കുന്നതായിരിക്കും. വേഷം പറഞ്ഞാൽ ത്രൂ ഔട്ട് നായകന്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ഈ ഒരു ഒറ്റ വേഷം മതി ഏത് ആർട്ടിസ്റ്റിനും തന്റെ കരിയർഗ്രാഫ് ഉയരാനായിട്ട്. എന്തായാലും നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഒരു വിജയമാണ്. സാറിന്റെ ഒരു ചിത്രത്തിൽ നല്ല വേഷം കിട്ടുക എന്ന് പറഞ്ഞാൽ, എക്സ്ക്യൂസ് മീ, സാറിനോട് ഞാനും ചോദിച്ചോട്ടെ, ഈ പടത്തിൽ നല്ല വേഷമാണോ? വേഷം എന്നാ പിന്നെ ഞാൻ ചെയ്താ പോരെ? ഈ ഇരിക്കുന്ന പിള്ളേരോ? ഈ പിള്ളേര് മിന്നുമല്ലേ, താരം ഞാൻ തന്നെയല്ലേ.